കട്ടാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. കട്ടാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. താളം മേളങ്ങൾ കാടും വീടും ഒടുമ്പോൾ, സ്നേഹക്കൂട്ടായി പകരിരവുകൾ മായുമ്പോൾ, ആടും ചിമ്മിണ്ണി ആകാശത്തെ തുകുമ്പിൽ കാണാക്കുന്നേരൊരു കഥ ചൊല്ലും പാട്ടായി പാടാ. മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. മഞ്ചാട്ടി മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. പാലിൽ നാമെല്ലാം ഒന്നാകുന്നൊരു നേരത്ത്, തേടി ചെന്നേ നാമാരും പോകാതെടുത്ത്, ചേരാമൊന്നായൊരു പൊടി പോലും തീർക്കുന്നേ. കതിരാടും പാടം നീളെ കഥ ചൊല്ലും നടത്തത്തെ, അറിയാമോ കുന്നും മേലെ ഉടയോ നാമാശാനവനെ. മലനാടിൻ തുഞ്ചത്താണേ, മുളനാമ്പിൻ തുമ്പത്താണേ, കുയിലാളെ നീയും പാടി ഉണരുന്നേ നീ നാട്. നമുക്ക് കളിക്കട്ടെ ക്രിക്കറ്റ്. നീ പോയി ബൗൾ ചെയ്തോ. അതെങ്ങനെ ശരിയാവും? ഇന്ന് ഞാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്യും. ഞാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്യാം. ഞാനാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നത്. വിടാനല്ലേ പറഞ്ഞത്? രണ്ടുപേരും പിടിവലി കൂടണ്ട. എന്റെ ബാറ്റിംഗ് നീ ബാറ്റ് ചെയ്തോളല്ലേ പറഞ്ഞത്? അതെ, നിർത്തിക്ക നമുക്ക് നറുക്കണം. നറുക്കിട്. അതെ, മോട്ടക്കട തിരിച്ചിക്ക് തിരിച്ചിക്ക്. ഇതാരാ? ഇത് കപില്. ഇത് കപില്. അപ്പൊ ഇതാ? ഇത് മോട്ടു മോട്ടു. അപ്പൊ ഞാൻ അവസാനായി പോയി. ഞാൻ ജയിച്ചു. അപ്പൊ ഞാൻ ഫസ്റ്റ് ബാറ്റിംഗ്, നീ പോയി ബൗൾ ചെയ്തോ കേട്ടോ. ഓക്കേ? ഞാൻ ജയിച്ചേ. കപിലേ, വേഗം എറിയ. ഞാൻ റെഡിയാ. വേഗം എറിയടാ. കപിലേ, വേഗം എറിയ. അതൊക്കെ പിന്നെ കാണാം. നീ ഇപ്പൊ ബോൾ എറിയ. എറിയ. വേഗം വേഗം. ഞാൻ പറഞ്ഞില്ലേ ബെസ്റ്റ് ബോൾ നീ ഔട്ടാവുന്നു. എന്റെ അടുത്ത കളി
എങ്ങനെയുണ്ട് ഗംഭീര? അത്ര പെട്ടെന്ന് ഞാൻ ഔട്ടാവില്ല. കപിലേ അടുത്ത ബോൾ നീ തീർന്നടാ. അതെ, കപിലേ, അത് ഫോറായിട്ടില്ല കേട്ടോ, ഫോറായിട്ടില്ല. ഓക്കേ. കപിലേ നീ വാ, 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 വാ. ഇത് പിടിച്ചോ സിക്സ്. അടിപൊളി. മോട്ടോ ഇട്ടക്കല്ലേ? എനിക്ക് 8 റൺസ് ഉണ്ട്. മനസ്സിലായി എനിക്ക്? മനസ്സിലായി. പോടാ. ഗംഭീരേ, നീ റെഡി ആയിക്കോ, ഞാനാ ബൗൾ ചെയ്യുന്നേ. റെഡി, 1 2 അടുത്ത ബോൾ തോറ്റിക്കട്ടെ, അടുത്ത സിക്സ് ഇട്ടാ. ഗംഭീരേ, അടുത്ത ബോളിന് നീ ഔട്ടാട്ടോ. കണ്ടോ കളി? പറഞ്ഞില്ലേ നീ എനിക്ക് 8 റൺസ്. അപ്പൊ ഞാൻ ജയിച്ചു കേട്ടാ. അപ്പൊ ഞാനാണ് ബാറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കളി തുടങ്ങിയോ? എന്താ എന്നെ വിളിക്കാഞ്ഞത്? എന്താ പൊട്ട് പപ്പീസ്, നീ കളിയുടെ മൂട് കളയില്ലേ? എന്താ എന്നെ കൂടാത്തത്? ഇവിടെ നല്ല സ്ട്രോങ് മത്സരം നടന്നോണ്ടിരിക്കുക. നീ തൽക്കാലം മാറിക്ക്. എനിക്ക് ഈ കളിയിലെ ലാസ്റ്റ് ബാറ്റിംഗ് തന്നാ മതി, ബോളിംഗ് വേണ്ട. അതെ പപ്പീസേ, ഞങ്ങളെ മാച്ച് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഈ കപില് ജയിച്ചു. ഞങ്ങൾക്ക് അവനെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം. തൽക്കാലം നീ ബൗണ്ടറി പോയിട്ട് അവിടെ ബോൾ പെറുക്കാൻ നിക്ക്. ഓക്കേ? ചെല്ല് പപ്പീസ്, അടുത്ത കളിയിൽ തീർച്ചയായിട്ടും നിന്നെ കളിപ്പിക്കാം. നീ ചെല്ല്. അടുത്ത കളിയിൽ എന്നെ കളിപ്പിക്കുമല്ലോ അല്ലേ? കളിപ്പിക്കും. അടുത്ത കളിയിൽ എന്നെ കളിപ്പിക്കാൻ മറക്കല്ലേ? ഇല്ല. കളിപ്പിച്ചു. എന്നാലും നമുക്ക് കളിക്കാം. മോശമായി പോയി. കപിലേ നീ നോക്കിക്കോടാ, നിന്റെ വിക്കറ്റ് ഞാൻ പോണ്. നീ ബോൾ ചെയ്യാൻ പോണ്. പിടിച്ചോ, പിടിച്ചടാ. നിനക്ക് തടയാൻ പറ്റിക്ക് തടഞ്ഞോ, വേണമെങ്കിൽ ബൗണ്ടറിൽ നിന്നോ. ഈ പന്തെന്താ പറന്നു പോവാണോ? ദാ പിടിച്ചോ. അല്ല പിന്നെ പെട്ടെന്ന് ബോൾ ചെയ്താൽ പെട്ടെന്ന് ബോറടിക്കില്ല. ഔട്ടാവും. അയ്യോ, ഇങ്ങനെ ബോറടിക്കാൻ തുടങ്ങിയ എന്റെ കാലിന്റെ ഉപ്പാടളകും. പിടിച്ചോ പിടിച്ചോ. ഇതിൽ ഔട്ടാണ്. കഴിഞ്ഞു. മോട്ടുന്ന കളി. ഇനി മോട്ടുന്റെ അടിപൊളി. പോരട്ടെ പോരട്ടെ. അടുത്തത് അടുത്തത് ബൗൾ ചെയ്യാ. അപ്പൊ കഴിഞ്ഞില്ല കത്തിക്കില്ലേ? എത്ര വേഗം എല്ലാവരും out ആവട്ടെ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത കളി തുടങ്ങാൻ. എന്റെ ബാറ്റിംഗ് ഇന്നത്തെ കളി നാളെ മോട്ടു, നമുക്ക് നാളെ അടിപൊളിയായിട്ട് കളിക്കാം. കളി നിർത്തി പോവാണോ? ചമ്പകൂരിയല്ലോ. അതെങ്ങനെ ശരിയാവും? അടുത്ത കളിക്ക് എന്നെ കൂട്ടാകുമെന്ന് പറഞ്ഞിട്ട്. ഗംഭീരേ, അവിടെ നില്ല് ഗംഭീരേ. ഓയ് ഗംഭീർ, പ്ലീസ് ഗംഭീരേ, നിക്കവിടെ. ഗംഭീരേ പ്ലീസ്, ഒരു കളി കൂടി പ്ലീസ്. നമുക്ക് ഒരു കളി കൂടി കളിച്ചിട്ട് വേണം പോവാൻ. നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? ഒരു കളി കൂടി കളിക്കാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് കൂടി കളിക്കണ്ടേ? ഞാൻ ഫീൽഡ് ചെയ്തതല്ലേ, എനിക്ക് കളിക്കണം. പ്ലീസ് എന്നെ കൂടി കൂട്ട് കളിക്കാനായിട്ട് ഒരു കളി കൂടി കളിച്ചിട്ട് പോവാന്നേ. ഞാൻ ഇത്രയും നേരം ഫീൽഡ് ചെയ്തില്ലേ? നീ ഔട്ട് പെറുക്കായിരുന്നില്ലേ? ഔട്ട് പെറുക്കിയോ? എന്റെ പൊട്ട് പപ്പീസ്, നിന്റെ കൂടെ കളിക്കാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. നീ കുഞ്ചന്മാരൊപ്പം പോയി കളിക്കി. നിൽക്കത നല്ലത്. നീ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിട്ട് ഒരുപാട് കാലായില്ലേ? എന്നിട്ട് നീ ദൂരം നന്നായിട്ട് കളിക്കാൻ പഠിച്ച?
നിന്റെ പൊട്ടങ്കളിയുടെ കൂടെ കൂട്ടിക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങൾ പോവാ. അങ്ങനെ പോവല്ലേ, ഞങ്ങള് പോവാം. പ്ലീസ് പറയുന്നത് കേൾക്ക്, പ്ലീസ് 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 എന്റെ പറയുന്നത് കേൾക്ക്. പപ്പീസേ, കപിലെ, ഗംഭീരെ, അയ്യോ മോട്ട് പറയുന്നത് കേൾക്ക്, പ്ലീസ് പ്ലീസ്. അയ്യോ ഞാനിപ്പോ ആരുടെ കൂടെ കളിക്കുക? എനിക്കും കളിക്കണ്ടേ? പ്ലീസ് ഡാ എന്നെ കളിക്കാൻ പാടാ, എന്റെ കൂടെ ഒന്ന് കളിക്കടാ. ഞാൻ ഇത്രയും നല്ല ഫീൽഡ് ചെയ്തില്ലടാ. ആഹാ, അല്ല എന്താ പപ്പീസ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ? ചുമ്മാ. എന്താ പപ്പീസേ നിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം? പറയ് പപ്പീസേ. എന്താണെങ്കിലും പറ. പപ്പീസേ, ആശാനെ, കുറച്ച് നാളായിട്ട് എന്നെ മാത്രം ക്രിക്കറ്റ് കളിക്കാൻ ആരും കൂട്ടുന്നില്ല. ഓ അതാണോ നിന്റെ പ്രശ്നം? അതൊക്കെ സിമ്പിൾ കാര്യങ്ങളല്ലേ. ഓ അത്രയ്ക്ക് സിമ്പിൾ ഒന്നല്ല. എന്നെ മാത്രം മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എത്ര പറഞ്ഞാലും ആശാന് മനസ്സിലാവില്ല. ആര് പറഞ്ഞു എനിക്ക് വിഷമമില്ലെന്ന്? പിന്നെ എന്നെ മാറ്റി നിർത്തുന്നതിൽ ആശാൻ അത്രയ്ക്ക് വിഷമമൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാരാ നിന്നോട് പറഞ്ഞത്? ഓ ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? പണ്ടൊരിക്കൽ ഞാൻ ഇതേ കാര്യം ആശാന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുള്ളതല്ലേ. ആ ഉവ്വ് നീ അത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ അന്ന് ഗംഭീറിനോട് പറഞ്ഞതാണല്ലോ. ഓ എന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല, മനസ്സിലായ? അതെല്ലാം പോട്ടെ. ദേ ഇക്കാര്യം ഞാൻ അവരുടെ അടുത്ത് സൂചിപ്പിക്കാം. ഇനി ഒരിക്കലും ഇത്തരം മാറ്റി നിർത്തലുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ആശാന് ഉറപ്പാണോ? ആ ഈ ആശാന്റെ ഉറപ്പെന്ന് വെച്ചാ ഈ കാറ്റാടി മലയുടെ മൊത്തം ഉറപ്പായി നീ കരുതിക്കോ. വാ നീ വാ, കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. വരൂ. ശരി ആശാന്. ആശാൻ എന്നെ കളിപ്പിക്കാൻ കൂട്ടണേ. ക്രിക്കറ്റ് കളിയിൽ ഒരു കളിയിൽ തോറ്റെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊന്നല്ല ശരിയായ ലോകമെന്ന് പറയുന്നത്. നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. കപിലേ, നീ റെഡി ആയിക്കോട്ടോ. കണ്ട സിക്സ് അടിച്ചോണ്ട മോട്ടോ. എന്തായാലും ഐഡിയ കൊള്ളാം. ഇവിടെ ആകുമ്പോ പപ്പീസിന് ശല്യം ഉണ്ടാവില്ല. അതെ, ദേ നമ്മുടെ പപ്പീസ് ഉണ്ടല്ലോ, അവൻ ഭയങ്കര തലവേദന കേസാന്നേ. അതെ, ഒന്നിലേക്ക് അവർ ഫസ്റ്റ് ബാറ്റിംഗ് വേണം, അല്ലെങ്കിൽ അവർ ഫസ്റ്റ് ബോളിലേക്ക് വേണം. ഓ ഇങ്ങനൊരു സാധനം കണ്ട, ഇങ്ങനെയാണോ എന്റെ ബാറ്റിങ്? എന്ത് ബാറ്റിംഗ് ആണിത്? പപ്പീസിന് ശരിക്കും ബോൾ ചെയ്യാനും അറിയില്ല. ദേ ബോൾ വരുന്നു. ഇത് ഞാൻ കുറച്ചു നേരം ബാറ്റ് ചെയ്താ. ശരി. ആഹാ, അല്ല ഇവിടെയും കളി തുടങ്ങി. ഇത് പ്രാക്ടീസ് ആണ്. ഉച്ച കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ കളി വരുന്നത്. ഇത് വെറും സാമ്പിള്. എന്നാ കളി നടക്കട്ടെ. ഞാൻ ഇതുവഴി പോയപ്പോ ആ പപ്പീസ് ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വന്നതാ. പപ്പീസ് ഇവിടെ ഇല്ല. അത് മാത്രല്ല, ഈ സ്ഥലം പപ്പീസിനെ അറിയ പോലും ഇല്ല. അതെന്താ മോട്ടു പപ്പീസ് ഈ സ്ഥലം അറിയാത്തത്? ഈ സ്ഥലം അവനറിയാം, പക്ഷേ ഞങ്ങൾ ഇവിടെ കളിക്കുന്ന കാര്യം അവനറിയില്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ? അവനും നിങ്ങളുടെ കൂടെ കളിക്കുന്നവനല്ലേ? അതെ, അവൻ ഞങ്ങളുടെ കൂടെ കളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് നാളായിട്ട് ഞങ്ങൾ അവനെ കളിക്ക് കൂട്ടാറില്ല. അവനേ ഭയങ്കര കൊതിത്തർക്ക. നന്നായിട്ട് ബാറ്റ് ചെയ്യാനൊന്നും അറിയില്ല, ബോൾ ചെയ്യാൻ അറിയില്ല, പിന്നെ വെറുതെ തർക്കിക്കാനും വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് അവനോട് കളിക്കാൻ താല്പര്യമില്ലേ. ഈ ക്രിക്കറ്റ് കളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് അറിയോ? ഇല്ലല്ലോ. ജാതി, മതം, വർണ്ണം, വർഗം എന്നിവയില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു വിനോദമാണ് ക്രിക്കറ്റ്. കറുത്തവനും വെളുത്തവനും മേഷക്കാരനും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു കായിക വിനോദം. അവിടെ ഒരാളെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയാണോ? അത് പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു രസത്തിന് വേണ്ടിയാ ഞങ്ങള് ക്രിക്കറ്റ് കളിക്കുന്നത്. അവൻ വന്നു കഴിഞ്ഞാ ഈ കളിയുടെ എല്ലാ രസവും പോകും. അവന് ഭയങ്കര കൊതിക്കറിവാന്നേ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ അവനെ കൂടി കളിക്കാൻ കൂട്ടണം. നല്ലതുപോലെ എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. പപ്പീസിന്റെ കളി ഇത്തിരി മോശമായാലും ഞങ്ങൾ സഹിക്കും. പക്ഷെ അവന്റെ ഈ തർക്കം വാശിയാണ് പ്രശ്നം. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. പക്ഷെ അടുത്ത കളിയിൽ നിങ്ങൾ അവനെ കൂടി കൂട്ടണം കേട്ടോ.
എന്നാ ഞാൻ പോയിക്കോട്ടെ. ഉവ്വ, ഉവ്വ. ശരി, ഞാൻ ശരി, കൊണ്ടുപോയി അവനെ ശരി, കൊള്ളാം. അശ്വനെ. ഗംഭീർ റെഡിയാണോ? പുറത്തുനിന്ന് ബോളുണ്ട്. ഓക്കേ. ആ, ഇവരുടെ. വരുന്നു. ആ, ഓ, പോ, പോ. ഇതുപോലെ ബോട്ടല്ല ആദ്യം ബാറ്റ് ചെയ്തേ. ഇത് കപില് ബാറ്റ് ചെയ്തേ. ഓക്കേ. ഞാൻ ബോൾ ചെയ്യാം. ശരി. ശരി. പപ്പീസ് ഫീൽഡ് ചെയ്തേ. ഇപ്പൊ ബോട്ട് കീപ്പ് ചെയ്താ. ഓക്കേ. ഓക്കേ, ഓക്കേ. റെഡി, റെഡി. ഇന്ന് സിക്സിന്റെ പെരുന്നാളാണ്. സിക്സിന്റെ പെരുന്നാൾ പിടിച്ചോ. കപില് റെഡില്ലേ? ബോട്ട് റെഡില്ലേ? ready. പപ്പീസ് റെഡില്ലേ? ഓക്കേ. ഓക്കേ. Ball, അപ്പൊ ഫസ്റ്റ് ബോൾ ready. പിടിച്ചാ. എല്ലാവരും റെഡിയല്ലേ? ഓക്കേ. ദേ പിടിച്ചാ. ഓ. ഔട്ട് ഔട്ട്. LBW, LBW. ഔട്ടായി, ഔട്ടായി. ഇനി ഞാൻ ബാറ്റ് ചെയ്യാം. ഇനി എന്റെ ബാറ്റിംഗ്. അതങ്ങനെ ശരിയാവാ. അടുത്ത ബാറ്റിംഗ് കണ്ടല്ലേ? അത് ശരിയാവില്ല. പപ്പീസേ, ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഇവിടെ കളിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഫസ്റ്റ് ബാറ്റിംഗ്, ഇന്നത്തെ ഫസ്റ്റ് ബാറ്റിംഗ്, അതൊക്കെ അനുസരിച്ചാണ് ഇവിടെ ബാറ്റിംഗ് ഓർഡർ നിശ്ചയിക്കുക. അതനുസരിച്ച് നിനക്ക് പറ്റിക്ക് ഇവിടെ കളിച്ചാൽ മതി. ഇന്നത്തെ ഓർഡർ പ്രകാരം ഞാൻ സെക്കൻഡ് ബാറ്റിംഗ്. നീ ആ ബാറ്റിംഗ് നീ വേഗം പോയി ഫീൽഡിംഗ് നിൽക്ക്. അപ്പൊ ഇന്ന് ഓക്കേ. ബോൾ വരാൻ ആ ബോട്ട് പോകുന്നു. ഞാൻ റെഡി ഇട്ടാ. ഓക്കേ, റെഡി. അയ്യോ ഔട്ട് ഔട്ട് wicket ഔട്ട് പോയില്ല. ഔട്ട് എന്റെ ബാറ്റിംഗ് ഔട്ട്. ഗംഭീരേ, അപ്പ്, അപ്പ്, അപ്പ്. ഫസ്റ്റ് ബോൾ ഔട്ട്. വിക്കറ്റ് കളയണം കേട്ടോ. ഓക്കേ. ബോൾ വരട്ടെ. ആ പപ്പീസ നീ റെഡി അല്ലേ? അയ്യോ പപ്പീസ് ഔട്ടായി. പപ്പീസ് ഔട്ടായി. പപ്പീസ് ഔട്ടായി. ബാറ്റ് ബോളും പപ്പീസ് സൂക്ഷിച്ചോ. നമുക്ക് നാളെ കാണാം കേട്ടോ. ഓക്കേ. കഷ്ടം, ഒന്ന് കളിക്കാൻ കൂടി പറ്റിയില്ലോ. അതെ, ആശ പപ്പീസിനൊന്നും നന്നായിട്ട് ഉപദേശിച്ചു എന്ന് തോന്നണേ. ഇന്ന് ഏതായാലും അവൻ വലിയ തർക്കത്തിനൊന്നും വന്നില്ല. ആ, അത് ശരിയാ. പക്ഷെ ഇന്നത്തെ അവന്റെ കളി വളരെ മോശമായി പോയി. എന്തായാലും പപ്പീസിന് ചെറിയൊരു മാറ്റുണ്ട്. അതെ, അതെ. അല്ല, ഇതാര് പപ്പീസോ? അപ്പൊ പപ്പീസും അവരോടൊപ്പം കളിച്ചു തുടങ്ങിയോ? എന്നിട്ട് എന്തായി? നീ നന്നായിട്ട് കളിച്ചോ? പറയ് പപ്പീസേ. എന്റെ ആശാനെ, എന്തു പറ്റി? എനിക്ക് ഇനി കളിക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. അവരൊക്കെ കൂടി എന്നെ കളിയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോഴേ എന്റെ മനസ്സ് ചത്തുപോയി. ആ കാറ്റാടി മലയിലെ ചെറിയിടത്ത് നിന്ന് മാറ്റി നിർത്തിയപ്പോഴേ നീ ഇത്രയ്ക്കും ഡൗൺ ആയി പോയോ? ഓ, ആശാൻ അത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അതങ്ങനെയാ. ദാ പപ്പീസേ, ക്രിക്കറ്റ് കളിക്കാരന്റെ ജീവിതം ഒരു പോരാട്ടമാകണം. അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോ തളർന്നു പോകരുത്. പപ്പീസ, നീ ശശാങ്ക് സിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. പഞ്ചാബിന്റെ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് ഈ ശശാങ്ക്. ആള് മാറി ടീമിലെത്തപ്പെട്ട ഒരു താരം. യഥാർത്ഥത്തിൽ പഞ്ചാബ് ടീമിൽ എടുക്കാൻ തീരുമാനിച്ചിരുന്നത് 19 വയസ്സുകാരൻ ശശാങ്കിനെയായിരുന്നു. അറിയാതെ വിളിച്ചെടുത്ത താരം 32കാരനായ ശശാങ്കായി പോയി. അങ്ങനെ ആള് മാറി വളരെ അപമാനിതനായാണ് ശശാങ്ക് ടീമിലെത്തപ്പെട്ടത്. പക്ഷേ അവൻ തളർന്നില്ല. അവൻ സഹിച്ച അപമാനത്തിനും സങ്കടത്തിനും എല്ലാം അവൻ ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞു. അന്നുവരെയിലെ 2020-യിലെ ഏറ്റവും വലിയ റൺ ചേസിൽ പോലും ഒരറ്റത്ത് ശശാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് നിന്നോട് പറയാനുള്ളതും അതാണ്. നീ ഒരു ശശാങ്കായി മാറണം. ശരി ആശാനെ, ശരി. ആശാനെ, ഞാനൊരു ശശാങ്ക് സിംഗായി മാറാൻ പോവാ. വാശിയോടെ പൊരുതിയാൽ വിജയം കൂട്ടിനുണ്ടാകും. അതോടൊപ്പം ഈ ഒരു ബൈബിൾ വാക്യം ഓർത്തു വെക്കുക. നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്നുകൂടി നീ ഓർത്തു വെച്ചോളൂ. തീർച്ചയായും ആശാനെ. ആ, റെഡി, റെഡി. എന്ത് ചെയ്യൂന്ന് പറ. പിന്നെ പോരെ. പിന്നെ 4. ഓ, എന്തൊരു കഷ്ടം. ഗംഭീരേ, എന്തായി കളിക്കുന്നേ? ഇനി ഞാൻ ബൗൾ ചെയ്യാം.
Ow! Wow! Wow! Hey! ആ ഇനി നോക്കിക്കോ. ആ റെഡി. Wow! സിക്സോ? Wow! സിക്സ് അല്ല, ഫോറാ. ഫോർ. മര്യാദക്ക് അറിയാണ്ട് പോട്ടു. എത്ര ഫോറായ അടിച്ചു ആ, ഞാൻ പിടിച്ചെറിയാം. നോക്കിയറി Sorry, അവ sorry. കളി ജയിക്കൂലോ. ഓക്കേ. എത്ര പോട്ടെ Ow! പോട്ടു. അവൻ അതും ഫോർ കണ്ട എന്റെ ബാറ്റിംഗ് എങ്ങനെയുണ്ട്? ആശാനേ 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 പപ്പീസേ, നീ മിടുക്കനായടാ. ഞാൻ എത്ര സിക്സ് അടിച്ചു, എത്ര ഫോർ അടിച്ചു. എന്റെ കളി കണ്ടു ആശാനെ. കളിച്ചില്ലേ ഞാൻ? പപ്പീസേ, ഇപ്പൊ എന്തായി? ആശാനെ എത്രമാത്രം സിക്സാ ഞാൻ അടിച്ചത്, എത്രമാത്രം ഫോറാ ഞാൻ അടിച്ചത്. പപ്പീസേ, നീ ഇന്ന് എത്ര കളി ജയിച്ചു? 3 കളി. 3 കളിയിലും ജയിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ആശാൻ പറഞ്ഞ ആ ശശാങ്കിന്റെ കഥ. ശശാങ്കിന്റെ കഥയല്ല, അവന്റെ ജീവിതമാണ്. ക്രിക്കറ്റിലോ ഫുട്ബോളിലോ മറ്റേത് കളികളിലോ ഇനി പഠനത്തിലോ എന്തിലോ ആയിക്കോട്ടെ, നമ്മൾ തോറ്റുപോയാൽ കരഞ്ഞിരുന്നിട്ടും വിഷമിച്ചിരുന്നിട്ടും ഒരു കാര്യവുമില്ല. അതേ മേഖലകളിൽ വിജയം വരിച്ച ഒത്തിരി പേർ നമുക്ക് മുമ്പിലുണ്ട്. അവരിലേക്ക് കണ്ണുകൾ ഉയർത്താൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളും വിജയിക്കുന്നവരായി മാറും. അതാണ് ഈ ശശാങ്കന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. പപ്പീസേ, ഗംഭീരായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കളി. താങ്ക് യു. പപ്പീസ കളിച്ച 3 കളിയിലും നീ തന്നെ ജയിച്ചു. ഇതെങ്ങനെയാണ് നിനക്ക് പെട്ടെന്നൊരു മാറ്റം വന്നത്? അതെ. അത് പിന്നെ അതൊക്കെ ഒരു വലിയ കഥയാണ് കപിലേ. അതെയോ? വാ പപ്പീസേ, വാ. എടാ കിട്ടുവേ, എന്തോ പറ്റി? അന്ന് ആകെ ഭയങ്കര വിഷമമാണല്ലോടാ. നിനക്ക് എന്നാ പറ്റി? കിട്ടുമോനെ, ഒന്ന് എഴുന്നേറ്റേ. എന്തോ പറ്റി? ഇന്ന് ഭയങ്കര മൂടോട്ടായിട്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര വിഷമം. നിനക്ക് എന്തിനാണ് അത്രയും വിഷമം? എന്തോ പറ്റിയെന്ന് കാര്യം പറ. എന്തു പറഞ്ഞാലും നിനക്ക് സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു തരാറില്ലേ? അതുണ്ട്, ഞാൻ പറയട്ടെ. നീ പറ, എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി. എന്നെ വഴക്ക് പറയില്ലേ? അയ്യോടാ, നീ പരീക്ഷയ്ക്ക് തോറ്റു പറഞ്ഞ് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞ് നിന്നെ പിടിച്ച് ഓടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ ഒന്ന് എഴുന്നേറ്റ് നേരെ ഒന്ന് മോനെ, നേരെ നിൽക്ക്. ആ മിടുക്കൻ. അപ്പൊ നീ പരീക്ഷയ്ക്ക് തോറ്റുപോയെന്ന് പറഞ്ഞുകൊണ്ടാണോ? അത് മാത്രമല്ല, പിന്നെന്താ? കൂട്ടുകാരെന്നെ കളിയാക്കുന്നു. ഓ, കൂട്ടുകാര് കളിയാക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിന്നെ കൂട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ നിന്നെ കളിയാക്കിയിരിക്കട്ടെ, ടീച്ചേഴ്സ് നിന്നെ കളിയാക്കിയോ? കളിയാക്കി ഒരു ടീച്ചർ കളിയാക്കി, ബാക്കിയുള്ള ടീച്ചേഴ്സ് ആരെങ്കിലും നിന്നെ കളിയാക്കിയോ? ഇല്ലല്ലോ. നിന്റെ ബെസ്റ്റ് കൂട്ടുകാര് നിന്നെ കളിയാക്കിയോ? ഇല്ല. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിനർത്ഥം നിനക്ക് ഇനിയും പഠിക്കാൻ പറ്റുമെന്നാണ്. നിനക്കറിയാമോ, നമ്മളെ കളിയാക്കാത്ത ഒരേ ഒരാള് ആരാ നിനക്കറിയാമോ? അച്ഛനല്ലയോ? എടാ, നീ എന്നെ പോലെയല്ല, എന്നെക്കാട്ടിലും അപ്പുറം കളിയാക്കാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ആരാന്നറിയോ? അതെന്റെ ഈശോ. ആ, അതാണ് ഈശോ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈശോ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എടാ, തോറ്റുപോയവരെ ഒക്കെ ഒത്തിരി പേരെ ഉയർത്തിക്കൊണ്ട് വന്ന ആളുടെ പേരാണ് ഈശോ. അപ്പൊ നീ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഓ ശരിയാണല്ലോ. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ പരീക്ഷയ്ക്ക് തോറ്റുവെന്നു പിന്നെ സ്കൂളിൽ പോകത്തില്ല. അപ്പൊ നിനക്ക് മനസ്സിലായോ? സ്കൂളിൽ പോകാതിരിക്കാൻ വീട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാലും അവരെന്ത് ചെയ്യും? മടി പിടിച്ച് അവിടെ ഇങ്ങനെ പിണങ്ങി കിടക്കും. അങ്ങനെയാണോടാ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്. പിന്നെ എന്തോ ചെയ്യേണ്ടത്? വീണ്ടും ട്രൈ ചെയ്യണം. അപ്പം കുഞ്ഞുങ്ങൾ, നിങ്ങൾ കേട്ടോ? അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റുപോയെന്ന് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കാനാണോ? ഇനി നമുക്ക് അവസരങ്ങൾ ഉണ്ടോടാ? കിട്ടുമോ? വീണ്ടും അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ ആര് കൂടെ ഉണ്ടാകും? എന്താടാ? ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. കിട്ടുവേ, നമ്മൾ ഇനി ജയിക്കുവോ തോറ്റു പോകുവോ എന്നൊരു ഭയത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അത് വല്ലതും നടക്കുവോ? അത് വിജയിക്കുവോ? അയ്യോ, അത് ശരിയാ. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല.
അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ തോൽക്കുമെന്ന് പേടിച്ചുകൊണ്ട് ഓടിപ്പോയി പരീക്ഷ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈശോയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈശോയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? അധ്വാനിക്കണം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ എഴുതി നോക്കിക്കേ, നീ ജയിക്കും. അപ്പൊ ആരെങ്കിലും കളിയാക്കെന്ന് പറഞ്ഞാൽ നീ തളരാനുള്ള വ്യക്തിയാണോടാ? കിട്ടൂ? നീ ജയിക്കണം. ഇനി പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതി നീ മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം നീ കാണിച്ചു കൊടുക്ക്. ഇനി എത്രാം ക്ലാസ് വരെ നമുക്ക് പഠിക്കാനുള്ളതാ? അതാണ്. കിട്ടൂ? അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് നീ നന്നായിട്ട് പഠിച്ച് മിടുക്കനായി നന്നായിട്ട് അധ്വാനിച്ച് നീ ട്രൈ ചോദിക്കൂ, നീ വിജയിക്കും. ഓക്കെ? എന്നിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി തകർത്തു. ഓക്കെ?